Hi all, good afternoon and welcome back to another series of revision, Calicut University BSc Psychology 6th semester. അപ്പോൾ എല്ലാ സബ്ജക്റ്റിന്റെയും ഫ്രീ റിവിഷൻ ക്ലാസ് ഉണ്ടായിരിക്കും കേട്ടോ. ഡെവലപ്മെന്റ്, അബ്നോർമല്, അതുപോലെ തന്നെ ലൈഫ് സ്കില്ല്, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി, പിന്നെ ഇലക്ടീവ്സിൽ ഫോറൻസിക് ഉണ്ടായിരിക്കുന്നതല്ല, ബാക്കി അതായത് എഡ്യൂക്കേഷണല്, കോഗ്നിറ്റീവ് സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജി, OB ഇതിന്റെയും ഫ്രീ റിവിഷൻ ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡെവലപ്മെന്റൽ സൈക്കോളജിയിലാണ്. ഡെവലപ്മെന്റൽ സൈക്കോളജി 2 ആണ് അല്ലെ. 5th സെമസ്റ്ററിൽ നമ്മൾ അടിപൊളിയായിട്ട് ഡെവലപ്മെന്റൽ സൈക്കോളജി 1 പഠിച്ചു. 2 കുറച്ചുകൂടി ആഴത്തിലേക്കുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് മിഡിൽ അഡൽഹുഡിലെയും ലേറ്റ് അഡൽഹുഡിലെയും അങ്ങനെ അഡൽഹുഡിന്റെ കാര്യങ്ങളാണ്. ഏർലി അഡൽഹുഡ്, മിഡിൽ, ലേറ്റ് അഡൽഹുഡിലൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കുറെ കൂടെയും ഈ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒത്തിരി പേര് ഇനിയും ജോയിൻ ആവുന്നുണ്ട് കേട്ടോ. അതിനെക്കൊണ്ട് എനിക്കൊരു ബ്രേക്ക് ഉള്ള പോലെ തോന്നുന്നു. അപ്പൊ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതില് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് 2023, അതായത് നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സ് എഴുതിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ പഠിച്ച സിലബസ് തന്നെയാട്ടോ. ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2017 ആ സമയത്തുള്ള സിലബസ്, അന്നാ മാറി വന്നത്. അപ്പൊ ആ സമയത്തുള്ള സിലബസ് തന്നെയാണ്. വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഞങ്ങൾക്ക് 80 മാർക്കിലായിരുന്നു എക്സാം, നിങ്ങൾക്ക് 60, അതാണ് ആകെ ഉള്ളത്. സീലിംഗ് ഉണ്ടെന്നാണ്, കാരണം ഇപ്രാവശ്യം സീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഇസ് വെരി ഗുഡ്. സീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. യെസ്, ദിസ് എ ടേണിംഗ് പോയിന്റ്. 6th സെമസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു വിഷൻ ഉണ്ടാക്കുക, ഒരു നല്ല സൈക്കോളജിസ്റ്റ് ആയിട്ട് മാറാനുള്ള എല്ലാ രീതിയും ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങും. ദിസ് ഇസ് ദ എന്താ പറയാ ഡെസ്റ്റിനി തന്നെ വിചാരിക്കണം. കാരണം PGക്ക് മുന്നേ നിങ്ങളൊരു വിഷൻ ഉണ്ടാക്കണം. എങ്ങനെ, അതായത് ഈ 2 years, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ചുറ്റുമുള്ള പലരും ഇറങ്ങുന്നില്ല. അതായത് PG ഒക്കെ കഴിയുന്നുണ്ട്, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, പ്രാക്ടീസിംഗിലേക്ക് ഇറങ്ങുന്നില്ല. ബിക്കോസ് ആ ഡിഗ്രി ലെവലിൽ മുതൽ ഉണ്ടാക്കേണ്ട ഒരു ബേസ് ഉണ്ട്, അത് ഉണ്ടാക്കാത്തത് കൊണ്ടാണ്. സോ നല്ല ഇന്റേൺഷിപ്സ് ചെയ്യുക, അല്ലെങ്കിൽ പ്രാക്ടീസിംഗ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ കൂടെ പോയിരിക്കുക. എന്തൊക്കെയാണ് സാധ്യതകൾ, നിങ്ങളുടെ ഇഷ്ടം എന്താണ്, ക്ലിനിക്കൽ ആണോ, കൗൺസിലിംഗ് ആണോ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയാണോ എന്ന് തിട്ടപ്പെടുത്തേണ്ട സമയം കൂടിയാണ് കേട്ടോ. അപ്പൊ 2023 ക്വസ്റ്റ്യൻ പേപ്പർ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ പങ്ക്തിയിലുള്ളത്, ആദ്യത്തെ സെക്ഷനിലുള്ളത്, സെക്ഷൻ എയിലുള്ളത്. 20 മാർക്സിന്റെ സീലിംഗ് ആണ് പറയുന്നത്. 12 ക്വസ്റ്റ്യൻ ഉണ്ട്. ശരിക്കും നമുക്കൊരു എന്താ പറയാ ഏത് വേണമെങ്കിലും മൊത്തത്തിൽ എഴുതാം. ഓൾ ദ ആൻസർ എന്നാ, റൈറ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ് എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് മൊത്തം 20 എണ്ണം എഴുതാം, അല്ല 12 എണ്ണം എഴുതാം. മൊത്തം നോക്കിയിട്ടാണ് എന്ത് ഇടാ, 20 മാർക്ക് സീലിംഗ് ഇടാം. ചിലപ്പോൾ അതിൽ വ്യത്യാസമൊക്കെ വരും കേട്ടോ, നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ, ഒത്തിരി പേര് ജോയിൻ ആവുന്നുണ്ട്. കരിയർ ചോദിക്കുന്നുണ്ട്, സോഷ്യലൈസേഷൻ എന്താ ചോദിക്കുന്നുണ്ട്, ലേറ്റ് അഡൽഹുഡ്. അപ്പൊ ലേറ്റ് അഡൽഹുഡ് ഒക്കെ 1 or 2 sentences, 3 sentences എന്ന് പറയുന്നുണ്ട്. ഒരു 4 sentences to 5 മാക്സിമം കേട്ടോ. ഇനിയിപ്പോ ചിലതിൽ ഒരു സെന്റൻസ് മാത്രം എഴുതിയാൽ ചിലപ്പോൾ സീലിംഗ് അതിനെ കൊണ്ട് മാർക്ക് കിട്ടും. ഗ്രീഫ്, ജെറോണ്ടോളജി എന്താന്ന് ചോദിക്കുന്നുണ്ട്. ലേറ്റ് അഡൽട്ട് കുട്ടീനെ പറ്റിയിട്ടുള്ള സയന്റിഫിക് സ്റ്റഡിക്കാണ് ജെറോണ്ടോളജി എന്ന് പറയുന്നത്. ജെറോണ്ടോളജി ആൻഡ് ജെറിയാട്രിക്സ് കേട്ടോ. അതായത് ലേറ്റ് അഡൽട്ട്ഹുഡിനെ പറ്റിയിട്ട് സൈക്കോളജിക്കലി പഠിക്കുന്നതാണ് ജെറോണ്ടോളജി. അതിന് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം പഠിക്കുന്നതാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമോഷൻ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഇൻഫൻസി, മാരേജ്, ഡെത്ത്, ഏജിങ്, കൺവെൻഷണൽ റീസിങ്, മോറൽ ഇന്റഗ്രിറ്റി ഒക്കെയാണ് 2 മാർക്സിന് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് എന്താണ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ആൻസർ ഓൾ ദ ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ ഇൻ എ പാരഗ്രാഫ് ഹാഫ് എ പേജ് ടു 1 പേജ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സൈഡ് ടു 1.5 സൈഡ് മാക്സിമം ആണ്. ഒരു സൈഡ് തന്നെ ധാരാളമാണ്, 1.5 സൈഡ് മാക്സിമം ആണ്. എല്ലാം എഴുതുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. എല്ലാം എഴുതുകയാണെങ്കിൽ. എന്തോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്? ഇല്ല, ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഷെയർ ചെയ്യാം. അപ്പൊ തിയറീസ് ഓഫ് ഏജിങ് എപ്പോഴും ചോദിച്ചു കാണാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. തിയറീസ് ഓഫ് ഏജിങ്
പിന്നെ ടെമ്പറമെന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെമ്പറമെന്റ്? എഗെയിൻ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. വൈഗോസ്കീസ് തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വൈഗോസ്കിയുടെ തിയറി. ഒന്ന് ചാർജർ കണക്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ വൈഗോസ്കി ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം പിയാഷയുടെ തിയറി പഠിച്ചു അല്ലെ. അപ്പൊ കഴിഞ്ഞ വർഷം പിയാഷെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡെവലപ്മെന്റ് യൂണിവേഴ്സൽ ആണെന്നാണ് പിയാഷെ പറഞ്ഞത്. അതായത് ലോകത്തുള്ള എല്ലാ കുട്ടികളും ഒരേപോലെയാണ് ഡെവലപ്പ് ആവുന്നത് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ പിയാഷെ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് വൈഗോസ്കിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. എന്താണ് വ്യത്യാസം? വൈഗോസ്കി പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും എല്ലാ കുട്ടികളും ഒരുപോലെ അല്ല വളരുന്നത്. കൾച്ചറാണ് അവരെ ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഓരോ കൾച്ചറിനനുസരിച്ചിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് അല്ലെ. പിന്നെ നമ്മുടെ കുട്ടികൾ വളരുന്ന പോലെയാണ് അമേരിക്കയിലൊക്കെ ഉള്ള കുട്ടികൾ. നമ്മൾ ചില വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര അടുത്തടുത്തൊക്കെ കുട്ടികളായിരിക്കും, ഭയങ്കര പൊളൈറ്റ് ആയിട്ട് അവരുടെ ടോയ്ലറ്റ് ട്രെയിനിങ്, അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ അവർക്ക് അനുസരിച്ചിട്ടാണ്. നമ്മളെ കേരളത്തിലെയും ഇന്ത്യയിലും കുട്ടികൾ അങ്ങനെയാണോ? അല്ല. അപ്പൊ നമ്മൾ നമ്മളായിട്ടുള്ള കൾച്ചറിലാണ് വളരുന്നത് അല്ലെ. ഇവിടുത്തെ കുട്ടികളുടെ ചെറുപ്പകാലം മുതൽ പറഞ്ഞു കൊടുക്കും, പിന്നെ ചെറിയ ഡ്രസ്സ് ഇടുന്നവരെ അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ് ചെയ്തുള്ള ഡ്രസ്സ് ഇടുന്നവരെ, ഫാഷനബിൾ ആയിട്ട് ഡ്രസ്സ് ഇടുന്നവർക്ക് ചീത്തയാണ്, അല്ലെങ്കിൽ അവരൊക്കെ പോക്ക് കേസാണെന്നൊക്കെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. നേരെ മറിച്ച് ഒരു ബിക്കിനി ഇട്ട ഒരു പെൺകുട്ടീനെ കാണാൻ പോലും അവർ ഭയങ്കര റെസ്പെക്റ്റോടെയാണ് പുറത്തുള്ളവരൊക്കെ. അപ്പം എന്താണ് ഇവിടെ? ഈ ഇമോഷൻ ആയിക്കോട്ടെ, മൊറാലിറ്റി ആയിക്കോട്ടെ, ഒക്കെ കൾച്ചർ അനുസരിച്ചിട്ടാണ് ഡെവലപ്പ് ആവുന്നത് എന്നാണ് വൈഗോസ്കി പറഞ്ഞിട്ടുള്ളത്. കുട്ടികൾ സോഷ്യലി ആണ്, സോഷ്യോ കൾച്ചറൽ, സമൂഹവും കൾച്ചറും ആണ് ഒരു കുട്ടീനെ ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് വൈഗോസ്കി പറഞ്ഞിട്ടുള്ളത്. വൈഗോസ്കിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട, ഇതിന്റെ കൂടെ തന്നെ എഴുതേണ്ട കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതായത് കുട്ടി തന്നെ പഠിക്കുന്നതിലും കൂടുതൽ കുട്ടിക്ക് ഒരാൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആ വിഷയത്തിൽ ഫോർ എക്സാമ്പിൾ ആൽഫബറ്റ് കുട്ടി തന്നെ പഠിക്കുന്നതിലും കൂടുതൽ ആൽഫബറ്റ് അറിയുന്ന ഒരു അഡൾട്ടോ അല്ലെങ്കിൽ ആൽഫബറ്റ് അറിയുന്ന ഒരു പിയർ ഗ്രൂപ്പോ കുട്ടിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കുട്ടി പെട്ടെന്ന് പഠിക്കും. ഇതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതായത് കുട്ടി തന്നെ പഠിക്കുന്നതിൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും, ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ. അതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഈ സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് സ്കാഫ് ഫോൾഡിങ് എന്ന്. അതായത് ഈ അഡൾട്ടോ പിയർ ഗ്രൂപ്പോ കൊടുക്കുന്ന സപ്പോർട്ടിനെ വിളിക്കുന്ന പേരാണ് സ്കാഫ് ഫോൾഡിങ്. അപ്പൊ ഇങ്ങനെ കുട്ടി ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്നതിലും എളുപ്പത്തിൽ എല്ലാ കാര്യവും കുട്ടിക്ക് ഒരാളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പഠിക്കും. അതിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? വൈഗോസ്കിയുടെ തിയറി ബ്രീഫ് ആയിട്ടൊന്ന് മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. എല്ലാരും ഒന്ന് പറയണേ, നമ്മൾ ഇന്ററാക്ട് ചെയ്യണം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ അട്ടത്തും നോക്കി ക്ലാസ് എടുക്കുന്ന പോലെ ഉണ്ടാവും കേട്ടോ. അപ്പൊ മനസ്സിലാവാത്തവർ ആരുണ്ടെങ്കിലും ഫ്രീ ക്ലാസ് ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല, ഞാൻ എത്ര ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞുതരും. ഇനി സ്ട്രേഞ്ച് സിറ്റുവേഷൻ ആൻഡ് ഇറ്റ്സ് റിസൾട്ട് ചോദിച്ചിട്ടുണ്ട്. ബോൾബീസ് അറ്റാച്ച്മെന്റ്, അഗൈൻ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻ അഡൽഹുഡ്, ഇതും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. 5 മാർക്കിനാണ്, വളരെ ചുരുക്കി പഠിച്ചാൽ മതി. എഗെയിൻ ഞാൻ നിങ്ങൾക്ക് ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ. ധനലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകൂടി പറയാണ് കേട്ടോ, എന്താണ് വൈഗോസ്കിയുടെ തിയറി എന്ന്. ലേ വൈഗോസ്കി പറഞ്ഞിരിക്കുന്നത് ഡെവലപ്മെന്റ് സോഷ്യലി ആൻഡ് കൾച്ചറലി ആണ്. അതായത് പിയാഷെ പറഞ്ഞു ലോകത്തുള്ള എല്ലാ കുട്ടികളും ഒരേപോലെ യൂണിവേഴ്സൽ ഡെവലപ്മെന്റ് ആണെന്ന്. അവിടെ വൈഗോസ്കി പറഞ്ഞിരിക്കുന്നത് സോഷ്യലി ആണ്, അല്ലെങ്കിൽ കൾച്ചർ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സമൂഹവും കൾച്ചറും ആണ് കുട്ടീനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ വൈഗോസ്കിയുടെ ഒരു കോൺസെപ്റ്റ് ആണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതായത് ഒരു കുട്ടി തന്നെ പഠിക്കുന്നതിലും കൂടുതൽ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെ? ആ കുട്ടിക്ക് ഒരു അഡൾട്ടിന്റെയോ പിയർ ഗ്രൂപ്പിന്റെയോ സപ്പോർട്ട്, ഈ വിഷയം അറിയുന്ന ഒരു അഡൾട്ടിന്റെയോ പിയർ ഗ്രൂപ്പിന്റെയോ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, ഇതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഈ കൊടുക്കുന്ന സപ്പോർട്ടിനെ അദ്ദേഹം വിളിച്ചത് സ്കാഫ് ഫോൾഡിംഗ് എന്നാണ്. ഓക്കെ ആണോ? ഇനി വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, സെൽഫ് ഡെവലപ്മെന്റും ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു എസ്സേ ആണ് എഴുതാനുള്ളത്, 10 മാർക്കിനാണ്. എസ്സേക്ക് സീലിംഗ് ഇല്ല കേട്ടോ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പിയാഷേസ് ആൻഡ് കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ലേണിംഗ്. ഇപ്പൊ മോറൽ ലേണിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. മൊറാലിറ്റി എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മോറൽ ലേണിംഗിന്റെ ഐ തിങ്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മോറൽ ലേണിംഗിനെ പറ്റിയിട്ട്. ഞാൻ അത് ഇട്ടേരാം, വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഞാൻ ഇവർക്ക് ചെയ്തു കൊടുത്ത വീഡിയോ ആണ്, നമ്മുടെ എൻട്രൻസ് ആർക്ക് ചെയ്തു കൊടുത്ത വീഡിയോ ആണ്. ഞാൻ അത് ഇട്ടുതരാം കേട്ടോ.
ഇനി എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെന്റ് ഇൻ ലേറ്റ് അഡൽഹുഡ്. ലേറ്റ് അഡൽഹുഡിന്റെ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ലേറ്റ് അഡൽഹുഡിന്റെ ഡെവലപ്മെന്റ്. അപ്പം ഇത്രയുമാണ് എന്ത് വരുന്നത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. ഇനി 2021 ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് 22 എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചേരണേ. 21ാമത്തെ ഇതൊക്കെ 80 മാർക്കിന് വരുന്ന ആ സമയത്തുള്ളതാണ് കേട്ടോ. 1 വേർഡ് ഞാൻ വിടുകയാണ്, കാരണം നിങ്ങൾക്ക് 1 വേർഡ് ഉണ്ടായിരിക്കില്ല. നോക്കിക്കേ, 2 മാർക്സിന് വന്നിരിക്കുന്നത് സോഷ്യലൈസേഷൻ, ടൈപ്സ് ഓഫ് അറ്റാച്ച്മെന്റ്. ബോൾബിയുടെ 4 അറ്റാച്ച്മെന്റ് ആട്ടോ, സെക്യൂർലി അറ്റാച്ച്ഡ്, ആ കാര്യങ്ങളാണ് വരുന്നത് പറഞ്ഞത്. ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്ന് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സൈക്കോളജി കൊണ്ട് ഏറ്റവും കിട്ടിയിട്ടുള്ള ഒരു ഉപകാരം, അല്ലെങ്കിൽ എന്നെ ഞാനാക്കിയത് സൈക്കോളജി ആണ് എന്ന് പറയാം. അതിൽ തന്നെ ഏറ്റവും നല്ല ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്? നമ്മുടെ ഇമോഷൻസിനെയും മറ്റൊരാളുടെ ഇമോഷൻസിനെയും മനസ്സിലാക്കാനുള്ള കഴിവ്, നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ. റെഗുലേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫാന്റെ റെഗുലേറ്റർ ആലോചിക്കാം, കൂട്ടാനും കുറയ്ക്കാനും, അല്ലെ? നമ്മൾ ഇമോഷൻസ് എന്താണ്, ഒരാൾ ഇങ്ങോട്ട് തട്ടിക്കേറിയാൽ എനിക്കും ദേഷ്യം വരും, അപ്പൊ ചിലപ്പോൾ ഞാൻ പൊട്ടിത്തെറിക്കും, ഞാൻ പറയുന്ന വാക്കുകൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കാൻ. എന്നിട്ട് ഞാൻ എന്താക്കാണ്, ഒരാൾ എന്നോട് പൊട്ടിത്തെറിക്കുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. അതാണ് നമ്മുടെയും മറ്റൊരാളുടെ ഇമോഷനെ മനസ്സിലാക്കാനും നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാനുമുള്ള കഴിവിനെ, റെഗുലേറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഗോൾഡ്മാന്റെ തിയറിയാണ് ഇമോഷണൽ ഇന്റലിജൻസിന് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട്. അൾസിമേഴ്സ് ഡിസീസ് അഗൈൻ ലേറ്റ് അഡൽഹുഡിന്റെയാണ്. ഏജിങ് ചോദിച്ചിട്ടുണ്ട്. മെറൈറ്റൽ അഡ്ജസ്റ്റ്മെന്റ്, കോപ്പിംഗ്. എന്തോ ടൈപ്സ് ഓഫ് അറ്റാച്ച്മെന്റ് ആരുടെയാന്ന് പറഞ്ഞേ? എന്തോ ബോൾബി, ജോൺ ബോൾബി. നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം കേട്ടോ. പാരന്റിങ് ചോദിച്ചിട്ടുണ്ട്. എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം, അല്ലെ? എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറയുന്നത് എന്താണ്? കുട്ടി അതും ഡിസ്കസ് ചെയ്യാം. എംപ്റ്റി നെസ്റ്റ് എപ്പോഴും ചോദിക്കാറുണ്ട്, ഡിസ്കസ് ചെയ്യും. ഡിവോഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഷോർട്ട് എസ്സേ ആയിട്ട് എക്സ്പ്ലെയിൻ ദി തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് ബൈ കോൾബർഗ്. കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് അത്ര ഇമ്പോർട്ടന്റ് ആണ്. 3 സ്റ്റേജിലായിട്ട് 6 ലെവലിലായിട്ടാണ് കിടക്കുന്നത്. വീഡിയോ ഞാൻ ഇട്ടെന്നേക്കാം കേട്ടോ. വാട്ട് ആർ ദ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഡ്യൂറിംഗ് മിഡിൽ അഡൽഹുഡ്? വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്, ജോലിനോടുള്ള അഡ്ജസ്റ്റ്മെന്റ്. ഡിസ്ക്രൈബ് ദ ഹസാർഡ്സ് ഓഫ് ലേറ്റ് അഡൽഹുഡ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മിഡിൽ ഏജ്? ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ സക്സസ് ഓഫ് അഡൽഹുഡ് അഡ്ജസ്റ്റ്മെന്റ്. ഡിസ്ക്രൈബ് ആൻഡ് ക്ലാസിഫൈ ടെമ്പറമെന്റ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ടെമ്പറമെന്റ് എന്താണ്? വാട്ട് സോർട്ട് ഓഫ് ഫിസിക്കൽ ചേഞ്ചസ് ഒക്കർ ഇൻ ലേറ്റ് അഡൽഹുഡ്? ലേറ്റ് അഡൽഹുഡിൽ വരുന്ന ഫിസിക്കൽ ചേഞ്ചസ് ഒത്തിരി ഉണ്ട്. ചെവി കേൾക്കാണ്ടാവും, കൈ ചൊടിയും, കണ്ണ് കാണാണ്ടാവും, ഒത്തിരി കാര്യങ്ങളുണ്ട്. ബ്രീഫായിട്ട് ഒന്ന് പറയാം കേട്ടോ. എക്സ്പ്ലെയിൻ ബയോളജിക്കൽ തിയറി ഓഫ് ഏജിങ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ബയോളജിക്കൽ തിയറി ഓഫ് ഏജിങ്, എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. 2 എസ്സേ വരുള്ളൂ, പക്ഷെ 4 എസ്സേ ഇവിടെ നമ്മൾ 80 മാർക്കിനാകുമ്പോൾ 4 എസ്സേ ഉണ്ടായിരുന്നു. Define the role of vocational adjustment in adulthood. Explain the conditions influencing vocational adjustment and adjustment to retirement. What are emotion? Explain emotional development during infancy. Infancy-യിൽ എങ്ങനെയാണ് ഇമോഷൻസ് ഡെവലപ്പ് ചെയ്യുക? Elucidate the significance of attachment theory, attachment and theories of attachment. ബോൾബിയുടെ തിയറീസ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെങ്കിൽ ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ, അല്ലെങ്കിൽ 2 മാർക്സിനെങ്കിലും ബോൾബിയുടെ ചോദിച്ചിരിക്കും. Explain the process of socialization in മിഡിൽ അഡൽഹുഡ്. ഓക്കെ ആണോ? അഗൈൻ ഞാൻ 2020 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. 2022 എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. മാരേജ്, പുവർ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ലേറ്റ് അഡൽഹുഡ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, ഇമോഷൻസ്, ഡിമെൻഷ്യ, അട്രാക്ഷൻ, പിയർ റിലേഷൻസ്, മോറൽ ഡെവലപ്മെന്റ്, റിട്ടയർമെന്റ്, അഡ്ജസ്റ്റ്മെന്റ്. ഷോർട്ട് എസ്സേസ് നോക്കിക്കേ. എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻസ് ഇൻഫ്ലുവൻസിങ് വൊക്കേഷണൽ സാറ്റിസ്ഫാക്ഷൻ. ഇത് ഫോട്ടോ ആയിട്ടാണ് ഞാൻ വായിച്ചത്. എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് മെറൈറ്റൽ ലൈഫ്. മെറൈറ്റൽ ലൈഫിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ബയോളജിക്കൽ തിയറീസ്? കണ്ടോ, 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ബയോളജിക്കൽ തിയറീസ് ഓഫ് ഏജിങ് ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് മിഡിൽ ഏജ്. മിഡിൽ ഏജിന്റെ മേജർ ഫീച്ചേഴ്സ്. Describe the holistic development in late adulthood. Late adulthood holistic development എന്തൊക്കെയാണ്? Critically evaluate role of family in development. Again, ഇത് എനിക്കൊരു important question ആണ്. ഫാമിലി എങ്ങനെയാണ് ഡെവലപ്മെന്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? Explain the classification of temperament. Again, repeated question ആണ്. ടെമ്പറമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മുടെ ഹിപ്പോക്രൈറ്റ്സിന്റെ ഒക്കെ ആണ് കേട്ടോ വരുന്നത്. Explain the role in
റോൾ ഓഫ് കരിയർ ഇൻ മിഡിൽ അഡൽഹുഡ്. എസ് എ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് തിയറീസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. റിപ്പീറ്റഡ്. രണ്ടാളതുണ്ട്. മെയിൻ ആയിട്ട് കോൾബർഗ് ആണ്, പിന്നെ പിയാഷെ. ഇനി എക്സ്പ്ലെയിൻ ദ ഡെവലപ്മെന്റ് ആൻഡ് തിയറീസ് ഓഫ് അറ്റാച്ച്മെന്റ്. അഗെയിൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ഇൻ അഡൽഹുഡ്. എക്സ്പ്ലെയിൻ ദ വൊക്കേഷണൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻ മിഡിൽ ആൻഡ് ലേറ്റ്. 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഫോണിൽ നോക്കി വായിക്കുന്നുണ്ട് കേട്ടോ. എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം, അട്രാക്ഷൻ, ഫാമിലി, വൊക്കേഷൻ, ലെഷർ, പേഴ്സണാലിറ്റി, സെൽഫ്, മിഡിൽ അഡൽഹുഡ്, വർക്ക് ലൈഫ് ബാലൻസിങ്, bereavement, heteronomous morality, ZPD. ZPD എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഞാൻ വൈഗോസ്കിയുടെ കോൺസെപ്റ്റ് പറഞ്ഞില്ലേ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണ് ZPD. ഇനി പാറ്റേൺ ഓഫ് ഗ്രീവിംഗ് ആണ് ഷോർട്ട് എസ്സേ. ഡെവലപ്മെന്റ് ഓഫ് സെൽഫ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഇമോഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇമോഷൻ എഴുതണം, ടൈപ്പ് എഴുതണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലേറ്റ് അഡൽഹുഡ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അറ്റാച്ച്മെന്റ്. കണ്ടോ, അറ്റാച്ച്മെന്റ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. പ്രോസസ് ഓഫ് സോഷ്യലൈസേഷനും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. കൺവെൻഷണൽ റീസണിങ്ങും. ഇനി എക്സ്പ്ലെയിൻ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ഇൻ ഏർലി അഡൽഹുഡ്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് പിയാഷെസ് ആൻഡ് കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ റീസണിങ്. കണ്ടോ, കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു ഏകദേശം ഒന്നും പഠിക്കാതിരിക്കുന്നവർക്ക് പാസ് ആവാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ചാപ്റ്റർ വൈസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ. നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ട് കേട്ടോ റിവിഷന്. ഇന്നിപ്പം കംപ്ലീറ്റ്ലി ഡെവലപ്മെന്റ് തീരുമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നാളെ 2 സെഷൻ. എനിക്കൊരു ഇഫ്താർ പാർട്ടി ഉണ്ട്. അപ്പം അതിന് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് തുടങ്ങി വെക്കാം എന്നാണ് വിചാരിച്ചത്. സീരീസ് ആയിട്ടാട്ടോ ഉണ്ടാവാം. ഫസ്റ്റ് എക്സാം ഏതായിരുന്നു? ഫസ്റ്റ് എക്സാം അബ്നോർമൽ അല്ലേ? രണ്ടാമത്തെ അല്ലേ ഡെവലപ്മെന്റ്? ഫസ്റ്റ് അബ്നോർമൽ. അബ്നോർമൽ ആണെങ്കിൽ നാളെ നമുക്ക് അബ്നോർമൽ എടുക്കാം. ഓക്കെ, നാളെ നമുക്ക് അബ്നോർമൽ എടുക്കാം. അപ്പൊ പിന്നെ അഥവാ ഡെവലപ്മെന്റ് ബാക്കി ഉണ്ടെങ്കിൽ അടുത്ത ദിവസമായിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇമോഷൻ എന്താണെന്നും ടൈപ്സ് ഓഫ് ഇമോഷൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നാളത്തെ ടൈം ചോദിക്കും. നാളെ ഫസ്റ്റ് സെഷൻ രാവിലെയാണ് ഉണ്ടാവുക കേട്ടോ. ഫസ്റ്റ് സെഷൻ രാവിലെ, പിന്നെ ഉച്ചയ്ക്ക് ഒരു സെഷൻ. നാളെ 2 സെഷൻ വെക്കാം. കാരണം ഇത്രയും ദിവസം ഞാൻ എന്നോ തുടങ്ങാൻ വെച്ചതാണ്. ബട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വയ്യായിരുന്നു, ഹസ്ബൻഡിന്റെ ഉമ്മയ്ക്കും മദറിലൊക്കെ വയ്യായിരുന്നു. എല്ലാവർക്കും ഈ ചൂട് കാരണം ഒത്തിരി എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ, ഉമ്മയ്ക്ക് BP ഹൈ ആവുന്നൊക്കെ ചെറിയ. പക്ഷെ പേടിക്കണ്ട, ലാസ്റ്റ് ടൈം ഇസ് ഓൾവേസ് ബെസ്റ്റ്. 5th സെമ്മിന് എല്ലാവർക്കും അറിയാവുന്ന, 5th സെമ്മിൽ പങ്കെടുത്തവരുണ്ടല്ലോ, അറിയാലോ നമ്മുടെ ലാസ്റ്റ് ടൈം റിവിഷൻ ഇസ് വെരി എഫക്റ്റീവ്. അപ്പൊ നത്തിങ് ടു വറി. നോക്കിക്കേ, ഇമോഷൻ എന്താണ്? ഇമോഷൻ ഇസ് ഓഫൻ ഡിഫൈൻഡ് ആസ് എ കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ്. കാരണം ഫീലിംഗിന്റെ സ്റ്റേറ്റ് ആണ്, കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ് that result in a physical or psychological that influence thought and behavior. കണ്ടോ, ഇമോഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ് ആണ്. നമുക്ക് ഭയങ്കര ദേഷ്യം വന്നു, അത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. ഫിസിക്കൽ ചേഞ്ചസ് എന്നാൽ ഭയങ്കര തലവേദന. സൈക്കോളജിക്കൽ ചേഞ്ചസ് ആണ് എല്ലാവരോടും ദേഷ്യം, വെറുപ്പ്. അത് നമ്മളെ തോട്ടിനെ ബിഹേവിയർ ആർക്കും എന്നെ ഇഷ്ടമല്ല. തോട്ട് ബിഹേവിയർ എന്താ, വാതിലടിച്ച് പൊളിക്കാം അല്ലെ. അപ്പൊ ഒരു നമ്മളെ തോട്ടിനെയും ബിഹേവിയറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, നമ്മളെ ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് ഫീലിംഗ് ആണ് വാട്ട്? ഇമോഷൻ. According to David G. Mayers, human emotion involve physiological arousal, expressive behavior and conscious experience. ഇതാണ് എഴുതി വെക്കേണ്ടത്. എന്താണ് ഡേവിഡ് ജി മേയർ പറഞ്ഞിരിക്കുന്നത്? ഹ്യൂമൻ ഇമോഷനില് ഫിസിയോളജിക്കൽ എറൗസൽ, അതായത് നമ്മൾ ഫിസിയോളജിയിൽ ഉണരുന്നിട്ട് എക്സ്പ്രസീവ് ബിഹേവിയർ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. കോൺഷ്യസ് ആണ് എക്സ്പീരിയൻസ്. Emotionality is associated with a range of physiological phenomena including temperament, personality, mood and motivation. കേട്ടോ, എങ്ങനെയാണ് ഇമോഷണാലിറ്റി വരുന്നത്? അത് ഒരാളുടെ ടെമ്പറമെന്റ്, സ്വഭാവമാവാം, പേഴ്സണാലിറ്റി ആവാം, മൂഡാവാം, മോട്ടിവേഷൻ ആവാം, എന്തുമാവാം. അപ്പം കോളേജിലൊക്കെ അടി ഉണ്ടാവുന്നുണ്ടല്ലോ, മോട്ടിവേഷൻ ആണ്. എല്ലാവരും അടിക്കണേ, ഞാനും പോയി അടിക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പോകും. ഇതാണ് ഇമോഷൻ. അപ്പം ഇമോഷന്റെ ടൈപ്സ് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ 2 മാർക്സിനൊക്കെ വരികയാണെങ്കിൽ ഇതും എഴുതാം, ടൈപ്സും എഴുതാം. പോൾ എക്മാൻ ആണ് ബേസിക് ഇമോഷൻസ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. 6 എണ്ണമാണ്: ഹാപ്പിനെസ്, സാഡ്നെസ്, ഡിസ്ഗസ്റ്റ്, ഫിയർ, സർപ്രൈസ്, ആങ്കർ. He later expanded his list of basic emotion to include such things as pride, shame, embracement and excitement. വീണ്ടും കൂട്ടിച്ചേർത്താണ് അദ്ദേഹം കേട്ടോ. ആദ്യം ഈ 6 എണ്ണാണ്. പിന്നെ പ്രൈഡ്, അഹങ്കാരം, ഷെയിം, നാണക്കേട്, എംബ്രേസ്മെന്റ്, അതൊരു ടൈപ്പ് ഓഫ് ചമ്മൽ എന്നൊക്കെ പറയും, എക്സൈറ്റ്മെന്റ്.
പിന്നെ റോബർട്ട് പ്ലച്ചിക്കിന്റെ കമ്പൈൻഡ് ഇമോഷൻസും എഴുതണം കേട്ടോ. 5 മാർക്കിന് ചോദിക്കുകയാണ്. വീൽസ് ഓഫ് ഇമോഷൻ എന്നാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്, അതും എഴുതാം. തിയറീസ് ഓഫ് ഇമോഷൻസ് വലിയ ഇമ്പോർട്ടന്റ് അല്ല 6th സെമ്മിന്. നമ്മൾ 4th കൃത്യമായിട്ട് പഠിച്ചാണ്. ജെയിംസ് ലാങ് തിയറി ഉണ്ട്, കെനോൺ ബാർഡ് തിയറി ഉണ്ട്, കോഗ്നിറ്റീവ് തിയറിയില് സ്കാറ്റർ സിംഗർ വരുന്നുണ്ട്, കോഗ്നിറ്റീവ് എപ്രൈസൽ വരുന്നുണ്ട്, ഫേഷ്യൽ ഫീഡ്ബാക്ക് തിയറിയും വരുന്നുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ ഇമോഷണൽ ബിഹേവിയർ ഇൻ ഇൻഫൻസി ടു എങ്ങനെയാണ് ഇമോഷണാലിറ്റി ഡെവലപ്പ് ആവുന്നതെന്നാണ് ഇൻഫൻസി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇമോഷൻ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഇമോഷൻ എന്താന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ. മനസ്സിലായി. വെരി ഗുഡ്. ഇനി ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടെമ്പറമെന്റ്. അതായത് സ്വഭാവ ഗുണം എന്നൊക്കെയാണ് മലയാളം ടെമ്പറമെന്റിന്. അതായത് ബേസിക് ഫൗണ്ടേഷൻ ഓഫ് പേഴ്സണാലിറ്റി ആണ്. പേഴ്സണാലിറ്റിയുടെ ഒരു അടിത്തറ ഈ ടെമ്പറമെന്റ് ആണ്. യൂഷ്വലി അസ്യൂം ടു ബി ബയോളജിക്കലി ഡിറ്റർമൈൻഡ് ആൻഡ് പ്രസന്റ് ഏർലി ഇൻ ലൈഫ്. അതായത് ഈ ടെമ്പറമെന്റ് എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി ഡിറ്റർമൈൻഡ് ആണ്. അച്ഛന്റെ ദേഷ്യം, അമ്മയുടെ വാശി, ഇതൊക്കെ നമുക്ക് ജീനിലേ ഉണ്ടാവും. ബയോളജിക്കലി ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ ബേസിക് ഫൗണ്ടേഷൻ ആണ് ടെമ്പറമെന്റ്. Including such characteristics as energy level, emotional responsiveness, demeanor, mood, response, temper, behavioral inhibition and willingness to explore. എന്റെയൊക്കെ ആണെങ്കിൽ അതൊരു സത്യം തന്നെയാണ് കേട്ടോ. കാരണം എന്റെ മാതാപിതാക്കൾക്ക് ഒട്ടും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, വളരെ ബേസിക് ലെവൽ വിദ്യാഭ്യാസം മാത്രമുള്ളവരാണ്. എന്റെ ഉമ്മാടെ സിസ്റ്റർ ചേച്ചി നന്നായിട്ട് പഠിക്കുമായിരുന്നു. പുള്ളിക്കാരിയാണ് ഞങ്ങളുടെ ഫാമിലിയിൽ മൊത്തത്തിൽ ഒരു ഡിഗ്രി ഒക്കെ എടുത്ത ആൾ, ഒത്തിരി ഒരു ടീച്ചറായിരുന്നു. അപ്പം ആ ഒരു ക്വാളിറ്റിയാണ് പലരും. ഉമ്മാടെ സിസ്റ്ററും മക്കളൊന്നുമില്ല, ഞാൻ തന്നെയാണ് അവരുടെയും മോള്. അപ്പൊ പലരും എന്നോട് ചോദിക്കും, ബിച്ചുവിന്റെ മോളാണോ, അല്ലെങ്കിൽ പിന്നെ ബിച്ചുവിനെ പോലെയാണ്. യെസ്, എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ജനിക്കുമ്പോ തൊട്ട് എന്റെ വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നത് കാണാറുണ്ട്. ഉമ്മാടെ സിസ്റ്റർ അറിയപ്പെടുന്നതിന് ബിച്ചു ടീച്ചർ എന്നാണ്. ആദ്യമൊക്കെ പഠിപ്പിക്കാൻ, ഇപ്പൊ പഠിപ്പിക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം ഒത്തിരി പിള്ളേരെ ട്യൂഷനൊക്കെ എടുക്കായിരുന്നു. അപ്പൊ ഈ ടീച്ചിങ് ക്വാളിറ്റി ഡെഫിനറ്റ്ലി ഐ നോ ഇറ്റ് കംസ് ഫ്രം ഹെർ. പുള്ളിക്കാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതാണ് ടെമ്പറമെന്റ്. അത് നമുക്ക് ബയോളജിക്കലി ഡിറ്റർമൈൻഡ് ആണ്. അത് എനർജി ലെവൽ ഉണ്ട്, ഇമോഷണൽ റെസ്പോൺസീവ്നെസ് ഉണ്ട്, ഡെമനോർ, മൂഡ്, റെസ്പോൺസ്, ടെമ്പർ, ബിഹേവിയറൽ ഇൻഹിബിഷൻ. ചിലത് നമ്മൾ ബിഹേവിയറൽ ഇൻഹിബിറ്റ് ചെയ്യും, ചിലരൊന്നും എക്സ്പ്രസ് ചെയ്യില്ല. ഇതൊക്കെ നമുക്ക് എന്താണ്? വില്ലിംഗ്നെസ് ടു എക്സ്പ്ലോർ. ഞാനൊക്കെ ആണെങ്കിൽ ഭയങ്കര വില്ലിംഗ്നെസ് ടു എക്സ്പ്ലോർ ആണ്. ചില ആൾക്കാർ ബിഹേവിയറൽ ഇൻഹിബിഷനേ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ബയോളജിക്കലി കിട്ടുക. Temperament has an emotional basis, but while emotions such as fear, excitement, and boredom come and go, temperament is relatively consistent and enduring. കണ്ടോ, ടെമ്പറമെന്റിന് ഒരു ഇമോഷണൽ ബേസിസ് ഉണ്ട്. ഇമോഷണൽ ടെമ്പറമെന്റ് കണക്റ്റഡ് ആണ്. പക്ഷേ ഫിയർ, എക്സൈറ്റ്മെന്റ്, ബോർഡം പോലെയുള്ള വന്നു പോയി ഇരിക്കുന്നത് എന്താണ്? അവിടെ ടെമ്പറമെന്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി അതായത് പേടി, അതൊക്കെ കൺസ്റ്റന്റ് ആണ്. പേടി പോലെയുള്ള ടെമ്പറമെന്റ് എന്താണ്? മാറാത്തതാണ്. അത് അവിടെ കിടക്കും. റിലേറ്റീവ്ലി അങ്ങനെ തന്നെ പേടിയാണെങ്കിൽ അങ്ങനെ തന്നെ കിടക്കും. അല്ലെ, ഒരു പ്രായത്തിൽ ഉണ്ടായതാണ്, അത് അങ്ങനെ തന്നെ പോകും. അതിലൊന്നും വലിയ വ്യത്യാസം വരില്ല. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ടെമ്പറമെന്റ് ആണ്. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. എല്ലാവരും എഴുതണം. ഇത് നമ്മൾ വളരെ കുറച്ചായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. മെയിൻ ആയിട്ട് വരുന്ന ഹിപ്പോക്രേറ്റ്സിനൊന്നും ഇനി പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇവിടെ 3 പേരുടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിനൊക്കെ വന്നതിനെ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഹിപ്പോക്രേറ്റ്സിന്റെ ടെമ്പറമെന്റ് എഴുതണം. ഹിപ്പോക്രേറ്റ്സിന്റെ ടെമ്പറമെന്റ് ആണ് ഇത് 4 എണ്ണം. അതായത് അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ്? 4 ഫ്ലൂയിഡ് ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ. അതിന്റെ വ്യതിയാനം മൂലമാണ് ടെമ്പറമെന്റ്. ബ്ലാക്ക് ബൈല്, യെല്ലോ ബൈല്, ഫ്ലം, ബ്ലഡ്. അപ്പൊ ഓരോന്നും കൂടിക്കഴിഞ്ഞാൽ ഓരോ രീതിയിലുള്ള ടെമ്പറമെന്റ് ആയിരിക്കും ഉണ്ടാവാന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കൂടാതെ ക്രഷ്മറിന്റെ ടെമ്പറമെന്റ് ഉണ്ട് കേട്ടോ. ക്രഷ്മറിനതും കൂടി ആഡ് ചെയ്യണം കേട്ടോ. ക്രഷ്മറിനതും എനിക്ക് തോന്നുന്നു ഷെൽഡന്റെതും ക്രഷ്മറിനതും കൂടി ആഡ് ചെയ്യണം. ഞാൻ പറഞ്ഞുതരാം. ഷെൽഡൻ ആൻഡ് ക്രഷ്മർ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. റോബർട്ട് ആൻഡ് ബേറ്റ്സ് 6 ഡയമെൻഷൻ ഓഫ് ഇൻഫന്റ് ടെമ്പറമെന്റ് പറഞ്ഞിട്ടുണ്ട്. ഫിയർഫുൾ ഡിസ്ട്രസ്, ഇറിറ്റബിൾ ഡിസ്ട്രസ്, അറ്റൻഷൻ സ്പാൻ ആൻഡ് പെർസിസ്റ്റൻസ്, ആക്ടിവിറ്റി ലെവല്, പോസിറ്റീവ് എഫക്ട്, റിതമിസിറ്റി. പിന്നെ തോമസ് ആൻഡ് ചെസ്സിന്റെ 3 ജനറൽ ടൈപ്സ് ഓഫ് ടെമ്പറമെന്റ് ഇൻ ചിൽഡ്രൻ. ഈസി ചിൽഡ്രൻ ഉണ്ട്, സ്ലോ ടു വാം ഉണ്ട്, ഡിഫിക്കൽട്ട് ഉണ്ട്. ഈസി ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് പെട്ടെന്ന് ഇണങ്ങുന്ന ടൈപ്പ് ചിൽഡ്രൻ ആണ് ഈസി ചിൽഡ്രൻ എന്ന് പറയുന്നത്. സ്ലോ ടു വാം എന്ന് പറയുന്നത് ഒരു ലെസ് ആക്റ്റീവ് ബേബീസ് ആണ്. ഫ്രം ബർത്ത് ലെസ് ആക്റ്റീവ് ആണ്. പുതിയ സിറ്റുവേഷനായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നേരെ മറിച്ച് ഈസി ചിൽഡ്രൻ പെട്ടെന്ന് തന്നെ പുതിയ സിറ്റുവേഷൻ ആയിട്ട് ഇണങ്ങും. എവിടെ പോയാലും അവരെ ഇണങ്ങും.
ഇനി ഡിഫിക്കൽട്ട് ഉണ്ട്, ഇറഗുലർ ഹാബിറ്റ്സ്, ബയോളജിക്കൽ റുട്ടീൻ ഒക്കെ ഉള്ളവരാണ്. ഈറ്റിംഗും സ്ലീപ്പിംഗും ഒക്കെ ഇറഗുലർ ആയിരിക്കും. അവർക്ക് ന്യൂ സിറ്റുവേഷൻസിനോട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. നെഗറ്റീവ് മൂഡൊക്കെ കാണിക്കുന്നവരാണ്. അപ്പൊ മെയിൻ ആയിട്ടും തോമസ് ചെസ്സിൻ്റെതാണ് എഴുതി വെക്കേണ്ടത്. പിന്നെ ഗുഡ്നസ് ഓഫ് ഫിറ്റ് തോമസിന് തന്നെയാണ് വരുന്നത്. കീ ടു ഹെൽത്തി അഡ്ജസ്റ്റ്മെന്റ്. The match between child's temperament and the environment demands and constraints the child must deal with, including caregivers' temperament. കേട്ടോ, ഗുഡ്നസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത് ഒരു കുട്ടി നന്നാവണമെങ്കിൽ കുട്ടിയുടെ ടെമ്പറമെന്റും ശരിയായിട്ട് കാര്യമില്ല. ഭയങ്കര ദേഷ്യമുള്ള വാപ്പയമ്മയാണെങ്കിൽ കുട്ടി അങ്ങനെയാണ്. അപ്പൊ കുട്ടിയുടെ ടെമ്പറമെന്റും കുട്ടി വളർന്ന എൻവയോൺമെന്റ് ടെമ്പറമെന്റും മാച്ച് ആവുമ്പോഴാണ് ഗുഡ്നസ് ഓഫ് ഫിറ്റ്. അപ്പൊ എന്തൊക്കെയാണ് 5 മാർക്കിന്? തോമസ് ആൻഡ് ആദ്യം ടെമ്പറമെന്റ് എന്താണെന്ന് എഴുതുക, അതായത് ഇൻട്രൊഡക്ഷൻ എഴുതുക. തോമസ് ആൻഡ് ചെസ്സിന്റെ ടെമ്പറമെന്റ് എഴുതുക. റോബർട്ട് ആൻഡ് ബേറ്റ്സിന്റെ എഴുതുക. ഹിപ്പോക്രേറ്റ്സിന്റെ എഴുതുക. ഷെൽഡന്റെ എഴുതിയാൽ മതി. ക്രഷ്മർ ഷെൽഡനുമായിട്ട് ഭയങ്കര റിലേറ്റീവ് ആണ്. അത് ഹിപ്പോക്രേറ്റ്സിന്റെ ഇത് പോരാട്ടോ, ഞാൻ നോട്ട് ഇട്ട് തരാം. ഇത് പോരാ, ജസ്റ്റ് ഞാൻ ഒരു 3-4 സെന്റൻസ് എഴുതിയിട്ട് എഴുതിയ. ഓക്കെ ആണോ? ഇനി റോൾ ഓഫ് ഫാമിലി ഇൻ ഇമോഷണൽ ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ഇമോഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫാമിലിക്ക് നല്ല റോൾ ഉണ്ട്. ഒറ്റ സെക്കൻഡ്. ഹലോ. ഒരു കുട്ടിയുടെ ഇമോഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫാമിലിക്ക് നല്ല റോൾ ഉണ്ട്. അതും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും മദറിന് റോൾ ഉണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻ ഉണ്ട് അതിനെക്കൊണ്ടാട്ടോ. ഫാദറിന് റോൾ ഉണ്ട്. അതുപോലെ തന്നെ മദറിനും ഫാദറിന് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള. പിന്നെ റോളിങ് പാരന്റിങ് ഇൻ ഇമോഷണൽ ഡെവലപ്മെന്റ് കൂടി ഇരിക്കണം. അതായത് പാരന്റിങ്ങിന് റോൾ ഉണ്ട്. നമ്മൾ എങ്ങനെയാണോ ഒരു കുട്ടി ആരോട് ചുമ്മാ ദേഷ്യപ്പെടൂല. ഒരു കുട്ടി ആരെയും പോയി അടിക്കത്തില്ല. ഒരു കുട്ടി കുശുമ്പും മുന്നായ്മയും പറയത്തില്ല. ഒക്കെ ഫാമിലിയിൽ നിന്നും കാര്യത്തിൽ നിന്നാണ്. അതായത് നീ പൊട്ടനാണ്, നീ മടയനാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നും പറഞ്ഞൊരു കുട്ടീനെ വളർത്തുകയാണെങ്കിൽ ആ കുട്ടി അങ്ങനെ തന്നെ ആവത്തുള്ളൂ. അപ്പൊ എനിക്ക് അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡിപ്രഷനാണ്. അപ്പോ ചെറുപ്പം തൊട്ടേ മദർ കസിൻ സിസ്റ്ററുമായിട്ട് ഈ പയ്യനെ കമ്പയർ ചെയ്യായിരുന്നു. അവളെ പോലെ ആവുന്നില്ല, അവള് നന്നായിട്ട് പഠിക്കുന്നു. ഈ കൊച്ചു ഒത്തിരി കഴിവുള്ള കുട്ടിയാട്ടോ. അതായത് ഈ മോൻ ഒത്തിരി കഴിവുള്ള കുട്ടിയാണ്. പക്ഷെ ഫാദറും സ്ട്രിക്റ്റ് ആണ്. മദർ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. 1-2 മാർക്ക് വ്യത്യാസം ഈ കസിൻ സിസ്റ്ററും ഈ പേഷ്യന്റുമായിട്ട് വരത്തുള്ളെങ്കിൽ പോലും മദർ വളരെയധികം എന്താ പറയാ, ഇങ്ങനെ അവളെ പോലെ ആവുന്നില്ലല്ലോ, അവനെ പോലെ ആവുന്നില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി, ഞാൻ ഒന്നിനും കൊള്ളാത്തതാണ് എന്നുള്ള ഡിപ്രസീവ് തോട്ട്സ് വരാൻ തുടങ്ങി. ഡിപ്രഷനിലേക്ക് വരാൻ തുടങ്ങി. സൂയിസൈഡൽ തോട്ട്സ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ കേസ് ഹിസ്റ്ററി എടുത്ത സമയത്ത് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പാരന്റിങ്ങിന് വളരെ റോൾ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടീനെ മാനസിക രോഗി ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കാം. ഞാൻ ഉറപ്പ് പറയാം, ചെറുപ്പം തൊട്ട് നന്നായിട്ട് കമ്പയർ ചെയ്താൽ മതി. നിങ്ങളൊക്കെ നിങ്ങളുടെ ചെറുപ്പകാലം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കമ്പാരിസൺ നമുക്ക് എത്രത്തോളം, ഞാൻ പാരന്റ്സിനോട് ചോദിക്കാറുണ്ട്. അടുത്ത വീട്ടിലെ ഒരു ഭർത്താവിനോട് പറയാണ്, അടുത്ത വീട്ടിലെ ചേച്ചി അടിപൊളിയാണ്, അല്ലെ ഒരു ഭർത്താവ് പറയാണ് ഭാര്യനോട്, അടുത്ത വീട്ടിലെ ചേച്ചി അടിപൊളി, നിന്നെക്കാളും നല്ല ഉഷാറായിട്ട് ആണെന്നൊക്കെ പറയാണ്. നിങ്ങൾ സഹിക്കുവോ? അതുപോലെ തന്നെയല്ലേ കുഞ്ഞുങ്ങള് നമ്മളെ സപ്പോർട്ട്. അഗെയിൻ ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ. കുറച്ച് പഠിക്കുന്ന കുട്ടികൾ, കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളോട് ഭയങ്കര ഒരു എന്താ പറയാ ചായ്വ്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഫേവറിസം ചെയ്തു കൊടുക്കുക, ബാക്കിയുള്ളവരൊക്കെ എന്താ കമ്പയർ ചെയ്യുക. യെസ്, അത് ഏത് പ്രായത്തിലായിക്കോട്ടെ നമ്മളെ വളരെയധികം പിന്നോട്ട് വലിക്കും. അതിലും കുറച്ചധികമാണ് ഇപ്പോ ചൈൽഡ്ഹുഡിലുള്ള കമ്പാരിസൺ. റോൾ ഓഫ് പാരന്റിങ് ഇൻ ഇമോഷണൽ ഡെവലപ്മെന്റും പറയുന്നുണ്ട്. അവിടെ പാരന്റിങ് സ്റ്റൈല് പറയുന്നുണ്ട്. ഡിഫറെന്റ് പാരന്റിങ് സ്റ്റൈൽസ് പറയുന്നുണ്ട്. പിന്നെ റോൾ ഓഫ് പിയർ റിലേഷൻസ് ഇൻ ഇമോഷൻ ഡെവലപ്മെന്റ്. പിയർ ഗ്രൂപ്പ് അല്ലെ, എടോ ഒരു കഞ്ചാവൊക്കെ വലിക്കാത്തവൻ നീ എന്തോ ആണോ എന്നൊക്കെ പിയർ ഗ്രൂപ്പ് ഇങ്ങനെ പ്രഷർ ചെയ്യുമ്പോൾ പലരും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. പിയർ ഗ്രൂപ്പും നല്ലതായ നല്ലതാണ്. അതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കുട്ടികളുടെ കൂടെ ഉള്ളവര് ഒരു പരിധി വരെ അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യും. റോൾ ഓഫ് പിയർ ഗ്രൂപ്പ് റിലേഷൻസ് ഇൻ ഇമോഷണൽ, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേട്ടോ. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പൊ ഇമോഷന്റെ കേസസിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള പാരന്റിന്റെ റോളും പിയർ ഗ്രൂപ്പിന്റെ റോളും ഒക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? പിന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത് ക്ലോസ് റിലേഷൻഷിപ്പ് ഇൻ അഡൽഹുഡ് ആണ്. അഡൽഹുഡിലെ ക്ലോസ് റിലേഷൻഷിപ്പ് ലവ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ലവ് ഉണ്ട്,
അതുപോലെ കൊഹാബിറ്റേഷൻ ഉണ്ട്, ലിവിങ് ടുഗദർ, കൊഹാബിറ്റേഷൻ ഉണ്ട്. പിന്നെ മാരേജും ഇതിന്റെ അണ്ടറിൽ വരുന്ന കേട്ടോ. മാരേജ് ഉണ്ട്. അപ്പൊ മാരേജ് ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്, എന്താണ് മാരേജ് എന്ന്. അതുപോലെ എംപ്റ്റി നെസ്റ്റും. Empty nest refers to the physical and psychological change in family when a child leaves home or goes away to college. കണ്ടോ, അത്രയും കാലം നമ്മളെ പോലെയല്ലേ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം നമുക്ക് അങ്ങനെ അനുഭവപ്പെടാറില്ല. നമ്മൾ കോളേജിലാണെങ്കിലും കല്യാണം കഴിഞ്ഞാലും ഒക്കെ നമ്മുടെ വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടില് അല്ലെ, നമുക്കതില്ല. പക്ഷെ പുറത്തൊക്കെ ആണെങ്കിൽ അവര് ഒരു കോളേജ് ആയി കഴിഞ്ഞാൽ അവരെ കുട്ടികൾ അവർ തന്നെ താമസിക്കാൻ പോകും. അതായത് അവരൊരു 18 വയസ്സാവുന്ന വരെ അവരെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് അവരെ സ്വന്തമായിട്ട് ജോലി കണ്ടെത്തി പഠിച്ചോളണം. അവിടെയൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ അത്രയും കാലം നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ വീട് വിട്ടു പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് എംപ്റ്റി നെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അവർ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന്. എന്തെങ്കിലും ജോലിയോ ബുദ്ധിമുട്ടൊക്കെ കഴിഞ്ഞിട്ട് അവര് തിരിച്ചു വരുമ്പോൾ പാരന്റ്സ് അതിനോട് എന്തായിട്ടുണ്ടാവും, യൂസ്ഡ് ആയിട്ടുണ്ടാവും. പിന്നെ തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനെയാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന്. പിന്നെ ഫാമിലി ലൈഫ് സൈക്കിൾ ഉണ്ട്, അതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. മാരേജ് ടൈപ്സ് ഓഫ് മാരേജ് ആൻഡ് ഡിവോഴ്സ് ആണ്. മാരേജ് എന്താണെന്ന് 2 മാർക്കിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ലൂയി, മാരേജ് ഇസ് റിലേറ്റീവ്ലി പെർമനന്റ് ബോണ്ട് ബിറ്റ്വീൻ പെർമിസിബിൾ മേറ്റ്. കണ്ടോ, പെർമിസിബിൾ മേറ്റ്സ് തമ്മിലുള്ള ഒരു പെർമനന്റ് ബോണ്ടിനെയാണ് ലീഗലി, ഫിസിക്കലി, ഇമോഷണലി, മെന്റലി ഒക്കെ ഉള്ള ഒരു ബോണ്ടിനെയാണ് നമ്മൾ മാരേജ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഇസ് ദ ജോയിനിങ് ഓഫ് 2 പീപ്പിൾ ഇൻ എ ബോണ്ട് ദാറ്റ് putatively lasts until death, but in practice it is often cut short by separation or divorce. കണ്ടോ, 2 വ്യക്തികൾ ജോയിൻ ചെയ്യുകയാണ്, അത് ഡെത്ത് വരെ ലാസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം സെപ്പറേഷനും ഡിവോഴ്സും ഒക്കെ സംഭവിക്കാറുണ്ട്. ഡിവോഴ്സും സെപ്പറേഷനും സമൂഹത്തിന് ചീത്തയാണോ? ആണോ? പറഞ്ഞേ. അല്ല, ഒരിക്കലും അല്ല. അല്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് വേണ്ടത്. ഒരിക്കലും ഡിവോഴ്സോ അല്ലെങ്കിൽ സെപ്പറേഷനോ, ശരിക്കും ഒരു ഹെൽത്തി സൊസൈറ്റി എന്ന് പറയുന്നത് ഡിവോഴ്സ് ഉള്ള സൊസൈറ്റിയാണ്. എസ്പെഷ്യലി നമ്മളെയൊക്കെ നാട് പോലെയുള്ള, ഞാൻ ഫാമിലി കൗൺസിലിംഗ് ഒത്തിരി ചെയ്യുന്ന ആളാണ്. എനിക്ക് ഒത്തിരി ഫാമിലി കേസസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ പാരന്റ്സ് പറയും, എങ്ങനെയെങ്കിലും ഒന്ന് അവർ ഒത്തുവിട്, എങ്ങനെയെങ്കിലും ഒന്ന് ഒത്തുവിടുമെന്ന്. 2 വ്യക്തികളാണല്ലേ കല്യാണം കഴിക്കുന്നത്, അല്ലേ? അപ്പോ 2 ഇഷ്ടങ്ങൾ, 2 ആഗ്രഹങ്ങള് ഒക്കെ ഉള്ളവരാണ്. ചിലപ്പം ഈ ഒരു കണക്ഷൻ മാച്ച് ആവില്ല, അല്ലെ? ഒരു ഭയങ്കര വെജിറ്റേറിയൻ ആണ്, പിന്നെ നോൺ വെജ് കണ്ടാ ഛർദ്ദിക്കുന്ന ഒരാള് ഒരു വെജിറ്റേറിയനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആ ഒരു മിസ്മാച്ച് ആയി പോകും. അപ്പോ ആ 2 വ്യക്തികൾ മോശക്കാരാണെന്നല്ല കേട്ടോ അർത്ഥം. ഇപ്പൊ ഡിവോഴ്സ് ആവുമ്പോൾ എപ്പോഴും നമ്മുടെ നാട്ടിലിപ്പോ കേസ് വരുന്നതിനെ കൊണ്ട് ഭയങ്കര ഹസ്ബൻഡിന്റെ പേരിലും ഹസ്ബൻഡ് വീട്ടുകാരൊക്കെ പേരില് ഈ ഒരു കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിട്ട് വൃത്തിയായിട്ട കേസ് കൊടുക്കുന്നതിനെ കൊണ്ടാണ്. പക്ഷെ പുറത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലും ഉണ്ട്, എന്താണ്, ഡിവോഴ്സ് കഴിഞ്ഞാലും അവർ നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? 2 പേരും നല്ല വ്യക്തികളാണ്, പക്ഷെ അവർ തമ്മിലുള്ള കോമ്പിനേഷൻ ശരിയായില്ല, അതുകൊണ്ടാണ് ഡിവോഴ്സ് ആവുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഇന്റേൺഷിപ്പിനൊക്കെ വരുന്ന, നമുക്ക് ഫാമിലി തെറാപ്പി പഠിപ്പിക്കാനുണ്ട് ഇന്റേൺഷിപ്പ്. അപ്പൊ ഞാൻ പറയും പിള്ളേരോട്, എപ്പോഴും നിങ്ങളൊക്കെ കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുന്നേ സംസാരിക്കാം. വെദർ ഇറ്റ് ഇസ് അറേഞ്ച്ഡ്, വെദർ ഇറ്റ് ഇസ് ലവ് മാരേജ്, എന്തുമായിക്കോട്ടെ തുറന്ന് സംസാരിക്കുക. അതാണ് സൈക്കോളജി പറയുന്നത്. അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നമ്മൾ സുലേഖ മനസ്സിലൊരു വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത സിനിമയാണെങ്കിലും അതില് നമ്മുടെ ലുക്മാന്റെ ക്യാരക്ടർ ചോദിക്കുന്നുണ്ട് അനാമികയുടെ അനാർക്കലിയുടെ ക്യാരക്ടറിനോട് ഇഷ്ടങ്ങൾ. അതന്നെ. അപ്പം അനാർക്കലി പറയുന്നുണ്ട്, ഒരു കപ്പില് പൊതിനയിലിട്ട ഒരു ചായ, കട്ടൻ ചായ കിട്ടുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് തോന്നുന്നു അതൊക്കെ ഒരു റെലവന്റ് ആണ്. നമ്മുടെ പാർട്ട്ണറിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കുക, അയാളെ അറിയാം. അതില് നമുക്ക് ഒറ്റ സെക്കൻഡ്,
ഞാൻ ഇങ്ങനെയാണ്, എന്റെ ഇഷ്ടങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ എപ്പോ ദേഷ്യപ്പെടും, ഞാൻ ദേഷ്യപ്പെട്ട എന്നെ കൂളാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതൊക്കെ തമ്മിൽ സംസാരിക്കാം. ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വെരി ഗുഡ്, അത് നല്ലൊരു റിലേഷൻ ആയിട്ട് പോകും. ഇനി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ പിരിയാലോ. അതിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണം. നിങ്ങളുടെ സെക്ഷുവാലിറ്റി, അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്സിലുള്ള താല്പര്യങ്ങള്, നിങ്ങളുടെ ഇഷ്ടങ്ങള്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് ഇതൊക്കെ ഓക്കെ ആണ്, അല്ലെങ്കിൽ ചിലതൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒട്ടും ഇപ്പുറത്തെ ആള് പറയുന്നത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ബൈ ബൈ പറഞ്ഞു പോവാലോ. അപ്പൊ അതാണ്. ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒത്തിരി അഡ്ജസ്റ്റ്മെന്റും അല്ലെങ്കിൽ ഒത്തിരി നമുക്ക് രണ്ട് വ്യക്തികളാണല്ലേ ഒരുമിച്ച് ജീവിക്കുന്നത്, രണ്ട് കൾച്ചറിൽ രണ്ട് പാരന്റ്സ് വളർത്തിയ രണ്ട് സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞവരാണ്. ഒരുമിച്ച് ജീവിക്കുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ആ ബോണ്ട് കൃത്യം അല്ലെങ്കിൽ അതെപ്പോഴും നല്ലത് ഹെൽത്തി ആയിട്ട് അവസാനിപ്പിക്കുക എന്നാണ്. ബട്ട് ഇൻ പ്രാക്ടീസ് ഓഫൺ കട്ട് ഷോർട്ട് ബൈ സെപ്പറേഷൻ ഓർ ഡിവോഴ്സ്. അപ്പം നമ്മളെങ്കിലും ആ ഒരു സംഭവം എല്ലാവരോടും, അല്ലെങ്കിൽ അവരെ ഒട്ടും ജീവിക്കാൻ താല്പര്യമില്ലാത്ത രണ്ടുപേരും ഒരുമിച്ച് ജീവിപ്പിക്കുക, നിർബന്ധിക്കരുത്. The social construct in the form of formal union of a man and a woman typically recognized by law by which they become husband and wife. കണ്ടോ, ഒരു സോഷ്യൽ കൺസ്ട്രക്ട് ആണ്. ഒരു സ്ത്രീയും പുരുഷനും, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, സ്ത്രീക്ക് സ്ത്രീയും പുരുഷനും ഒക്കെ കല്യാണം കഴിക്കാം. അതിന് നമ്മൾ എതിർക്കാൻ പാടില്ല. അത് റെക്കഗ്നൈസ്ഡ് ബൈ ലോ ആണ്. അവര് ഒഫീഷ്യലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവുന്നതിനെയാണ് മാരേജ് എന്ന് പറയുന്നത്. അവിടെ ടൈപ്സ് ഓഫ് മാരേജസ് ഉണ്ട്, എഴുതി വെക്കണേ. 2 മാർക്കിനാണെങ്കിൽ പേര് മാത്രം മതി. മോണോഗമി ഉണ്ട്, എന്താണ് ഒറ്റ പാർട്ട്ണർ മാത്രമുള്ളത്. ഗ്രൂപ്പ് മാരേജ് ഉണ്ട്, അതായത് 5 ഹസ്ബൻഡും 5 വൈഫും ഉണ്ടാവും. ഈ 5 ഹസ്ബൻഡിന്റെയും വൈഫാണ് ഈ 5 എണ്ണം, അങ്ങോട്ടും അങ്ങനത്തെ. വിചിത്രമാണ്, പക്ഷെ അത് ഫോളോ ചെയ്യുന്നവരുണ്ട്. ഈ പോളിഗമി ഉണ്ട്, ബഷീറൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. പോളിഗമി, ഒന്നിലധികം പാർട്ട്നേഴ്സ് ഉണ്ടാവുന്നതിനാണ് പോളിഗമി എന്ന്. മൾട്ടിപ്പിൾ വൈഫ് ഉള്ളത് പോളിഗിനി ആണ്. മൾട്ടിപ്പിൾ ഹസ്ബൻഡ് ഉള്ളത് പോളിയാക്ട്രിയ കേട്ടോ. അപ്പൊ 2 മാർക്സിനാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാ, വെറും പേരുകൾ മാത്രം എഴുതി വെക്കുക. ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മാരേജ് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഡിവോഴ്സും 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ദ ലീഗൽ ഡിസൊല്യൂഷൻ ഓഫ് മാരേജ് ലീവിംഗ് ദ പാർട്ട്നേഴ്സ് ഫ്രീ ടു റീമാരി. പുനർവിവാഹം ചെയ്യാൻ പാർട്ട്ണറെ ഫ്രീ ആക്കി കൊടുക്കുന്നതിനെയാണ് ലീഗൽ ഡിസൊല്യൂഷൻ ഓഫ് മാരേജിനെയാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. Divorce may significantly influence well-being, with many individuals experience depression, loneliness and isolation, self-esteem difficulties or other psychological distress. എന്തൊക്കെ പറഞ്ഞാലും ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീവൻസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ വിചാരിക്കും ഇത്ര വൃത്തികെട്ടവൻ അല്ലെങ്കിൽ പോയിട്ട് എന്തിനാ സങ്കടം ഉണ്ടാവും. ഒരിക്കലും ഇയാൾ എനിക്ക് പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനായിരുന്നു, ആ ആളുമായിട്ട് നമ്മൾ സെപ്പറേറ്റ്, ഒത്തിരി ആശങ്കകളും ഉണ്ടാവും. ഇനി സമൂഹത്തിൽ നിന്നുള്ള പ്രഷർ, നമ്മൾ ഒറ്റപ്പെട്ടു പോകല്ലേ, ഒക്കെ ഉണ്ടാവും. സോ എപ്പോഴും ഒത്തിരി പ്രയാസങ്ങൾ ഡിവോഴ്സ് കാരണം ഉണ്ടാവും. പാരന്റൽ ഡിവോഴ്സ് ഓൾസോ have been shown to have negative consequences on psychological adjustment of children and adolescents. Adolescents-ന്റെയും ചിൽഡ്രന്റെയും കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും പാരന്റ്സിന്റെ ഡിവോഴ്സ് കേട്ടോ. ഇനി ഡിവോഴ്സ് ഹാസ് ബിക്കം എ സോഷ്യലി അക്സെപ്റ്റബിൾ മീൻസ് ഓഫ് ടെർമിനേറ്റിംഗ് എ മാരേജ്. പല സ്ഥലത്തും അക്സെപ്റ്റബിൾ ആണ്, നമ്മുടെ നാട്ടിൽ ഇനി കുറച്ചുകൂടി അക്സെപ്റ്റ് ആവാനുണ്ട്. റേറ്റ് ഓഫ് ഡിവോഴ്സ് മേ ഓൾസോ ഹാവ് ബീൻ based upon culture, ethnicity and demographics. Rate of divorce എന്ന് പറയുന്നത് ഓരോ കൾച്ചർ അനുസരിച്ചിട്ടും എത്തിനിസിറ്റി അനുസരിച്ചിട്ടും ഡെമോഗ്രാഫി ഒക്കെ അനുസരിച്ചിട്ടാണ് വരിക. ആഫ്റ്റർ ഡിവോഴ്സ് ഇൻഡിവിജ്വൽസ് മേ സീക്ക് എ ന്യൂ റിലേഷൻ ത്രൂ റീമാരേജ്. ഇനി കോസസ് ഓഫ് 2 മാർക്കിനാണെങ്കിൽ ഒരു 3-4 പോയിന്റ് ചെയ്തിട്ട് കാരണങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. കോമിറ്റ്മെന്റ്, ഇൻഫിഡലിറ്റി, കോൺഫ്ലിക്റ്റ് ആൻഡ് ആർഗ്യൂയിങ്, മാരിങ് ടു യങ്, ഫിനാൻഷ്യൽ പ്രോബ്ലം, സബ്സ്റ്റൻസ് അബ്യൂസ്, ഡൊമസ്റ്റിക് വയലൻസും ഒക്കെ കാരണമാവാറുണ്ട് എന്തിന്, നമ്മുടെ ഡിവോഴ്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി വൈഗോസ്കിയുടെ തിയറി ഓഫ് സോഷ്യൽ ഡെവലപ്മെന്റ് ഞാൻ പറഞ്ഞു, ഒത്തിരി വിശദമായിട്ടാണ്. ZPD ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സ്കാഫോൾഡിങ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ZPDയും സ്കാഫോൾഡിങ് ഒക്കെ പഠിക്കാം കേട്ടോ. ഇനിയാണ് അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് എന്താണ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് അറ്റാച്ച്മെന്റ് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 4 ടൈപ്സ് ഓഫ് അറ്റാച്ച്മെന്റ് ആണ്. പിന്നെ ബോൾബിയുടെ എത്തോളജിക്കൽ തിയറി ഓഫ് അറ്റാച്ച്മെന്റും ആണ് വരുന്നത് കേട്ടോ. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അറ്റാച്ച്മെന്റ്. ഇതൊന്നും ഇത്രയും വേണ്ട, കുറച്ചായിട്ട് ഞാൻ പറഞ്ഞു.
നോക്കിയേ, ടൈപ്സ് അറ്റാച്ച്മെന്റ് എന്താന്ന് ആദ്യം പറയാട്ടോ. ഡെവലപ്മെന്റ് ഓഫ് അറ്റാച്ച്മെന്റ്. അറ്റാച്ച്മെന്റ് ഇസ് എ ക്ലോസ് ഇമോഷൻ ഓർ ബോണ്ട് ബിറ്റ്വീൻ ടു പീപ്പിൾ. രണ്ടാളുകൾ തമ്മിലുള്ള ആ ക്ലോസ് ഇമോഷണൽ ബോണ്ടിനെയാണ് നമ്മൾ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ദർ ഇസ് എ നോ ഷോർട്ടേജ് ഓഫ് തിയറീസ് അബൌട്ട് ഇൻഫന്റൽ അറ്റാച്ച്മെന്റ്. ഇൻഫന്റൽ അറ്റാച്ച്മെന്റ് പറയാൻ ഒത്തിരി തിയറീസ് ഉണ്ട് കേട്ടോ. ഫ്രോയിഡ് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് തിയറീസ്. അപ്പൊ ഇനി അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാല് രണ്ടാളുകൾ തമ്മിലുള്ള ക്ലോസ് ബോണ്ടിനെയാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ അതാണ്. എറിക്സൺ പറഞ്ഞിട്ടുണ്ട് ഫിസിക്കൽ കംഫർട്ട് ഓൾസോ പ്ലേസ് എ റോൾ ഇൻ എറിക്സൺസ് അറ്റാച്ച്മെന്റ്. എറിക്സൺ പറഞ്ഞിട്ട് ഫിസിക്കൽ കംഫർട്ട്. അപ്പൊ പ്രസവിച്ച കുട്ടിക്ക് മുല കൊടുക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ബ്രസ്റ്റ് ഫീഡിങ് ഇസ് നോട്ട് അറ്റ് ഓൾ എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. നമ്മൾ ആ വാംത്ത് കുട്ടി കരയുമ്പോഴേക്ക് എടുക്കുക, ആ ഫിസിക്കൽ, അതാണ് അമ്മയോട് കുട്ടിക്ക് ഇത്രയും അറ്റാച്ച്മെന്റ്. ഇനി ടൈപ്സ് ഓഫ് അറ്റാച്ച്മെന്റ് വെരി ഇമ്പോർട്ടന്റ് ആണ്. മേരി ഐൻസ്വർത്തിന്റെ ടൈപ്സ് ഓഫ് അറ്റാച്ച്മെന്റും ബോൾബിയുടെ അറ്റാച്ച്മെന്റ് തിയറിയും ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറ്റാച്ച്മെന്റിൽ ഉള്ളത്. നോക്കിക്കേ, മേരി ഐൻസ്വർത്ത് ക്രിയേറ്റഡ് ദ സ്ട്രേഞ്ച് സിറ്റുവേഷൻ. അത് പറഞ്ഞുതരാം കേട്ടോ. മേരി ഐൻസ്വർത്ത് കുട്ടികളെ വെച്ചിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. അതായത് ആദ്യം കുട്ടീനെ കെയർ ടേക്കറെ കൂടെ നിർത്തി, പിന്നെ കെയർ ടേക്കറെ അവിടെ നിന്ന് മാറ്റി. അപ്പൊ കുട്ടി എന്തായാലും ഒന്ന് പേടിക്കല്ലോ, കാരണം കെയർ ടേക്കർ മീൻസ് കുട്ടീനെ ഏറ്റവും കൂടുതൽ നോക്കുന്ന ആള്. മദർ ആവാം, ഫാദർ ആവാം, ഗ്രാൻഡ് പാരന്റ്സ് ആവാം, ആരും ആവാം. പിന്നെയും റീയൂണിയൻ, യൂണിയൻ, ഡിഫ്യൂഷൻ, റീയൂണിയൻ. എന്നിട്ട് കുട്ടികളുടെ അറ്റാച്ച്മെന്റ് നോക്കിയിട്ട് 4 ടൈപ്പ് അറ്റാച്ച്മെന്റ് പറഞ്ഞു. Mary Ainsworth created the strange situation and observational measure of infant attachment in which the infant experienced a series of introduction, separation and reunion. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു പാരന്റിനെ, കെയർടേക്കറെ സെപ്പറേറ്റ് ചെയ്യുന്നു, reunion with the caregiver and an adult stranger in the prescribed order. ഇതുപോലെ തന്നെ അഡൾട്ട് ആയിട്ടുള്ള ഒരു സ്ട്രേഞ്ചറിനെയും ആദ്യം കെയർടേക്കറെ ഇൻട്രൊഡ്യൂസ്, സെപ്പറേഷൻ, റീയൂണിയൻ. അതുപോലെ ഒരു സ്ട്രേഞ്ചറെ ഇൻട്രൊഡ്യൂസ്, സെപ്പറേഷൻ, റീയൂണിയൻ. In using the strange situation, researchers hope that their observation will provide information about infants' motivation to be near the caregiver and the degree to which the caregiver's presence provides the infant with security and confidence. ഈ റിസർച്ചിലൂടെ റിസർച്ചർ എന്താ കണ്ടെത്താൻ നോക്കിയത്, എത്രത്തോളം അവർ കെയർ ഗീവറോട് അറ്റാച്ച്ഡ് ആണ് എന്നുള്ള കാര്യമാണ് കണ്ടെത്തിയിട്ടുള്ളത്. Based on how babies respond in strange situations, they are described as being securely attached, insecurely attached in one of 3 ways to the caregiver. ഇതിലൂടെ അവര് ഒന്നെങ്കിൽ സെക്യൂർലി അറ്റാച്ച്ഡ് ആണ്, അല്ലെങ്കിൽ ഇൻസെക്യൂർലി അറ്റാച്ച്ഡ് ആണെന്ന് കണ്ടെത്തി. അതായത് ഈ സിറ്റുവേഷനിലൂടെ 4 എണ്ണമാണ്. സെക്യൂർലി ഉണ്ട്, ഇൻസെക്യൂർലി അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള 4 അറ്റാച്ച്മെന്റ് ആണ്. ഇനി സെക്യൂർലി അറ്റാച്ച്ഡ് ബേബീസ് എന്താ ചെയ്തത്, യൂസ് ദ കെയർ ഗീവർ ആസ് എ സെക്യൂർ ബേസ് ഫ്രം വിച്ച് ടു എക്സ്പ്ലോർ ദ എൻവയോൺമെന്റ് when in the presence of caregiver. ഇനി ഈ സെക്യൂർലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇവര് ഈ കെയർ ഗീവറുടെ പ്രസൻസിൽ ഭയങ്കര ഓക്കെയാണ്. അവരൊക്കെ കളിച്ചു ചിരിച്ചു. കെയർ ഗീവർ പെട്ടെന്ന് പോയപ്പോ അവരൊന്ന് പേടിച്ചു, പക്ഷെ ഒത്തിരി ബഹളമൊന്നുമില്ല, ഒന്നൊന്ന് ആൻഷ്യസ് ആയി. കെയർ ഗീവർ വന്നപ്പോഴത്തേക്കും അവരുടെ അടുത്തേക്ക് വേഗം പോയി. പിന്നെ അവരെ കളിക്കാൻ വേണ്ടി തുടങ്ങി. കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെട്ടെന്ന് അമ്മേനെ കാണുന്നില്ല, ഒന്ന് ബേജാറായി. പക്ഷെ അമ്മ തിരിച്ചു വന്നിട്ട് അമ്മയുടെ അടുത്ത് പോയി, പിന്നെ വീണ്ടും കളിക്കാൻ തുടങ്ങി. നോക്കിയേ, when in the presence of caregiver, securely attached infants explore the room and examine toys that have been placed in. കാരണം റൂം ഒക്കെ എക്സ്പ്ലോർ ചെയ്തു, ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങി. When the caregiver departs, securely attached infant might mildly protest, and when the caregiver returns, these infants re-establish positive interaction with her. കണ്ടോ, പോയപ്പോ ഒന്ന് മൈൽഡ്ലി ഒന്ന് എന്താണ് ഡിപ്പാർട്ട്, ഒന്ന് ബേജാറൊക്കെ ആയി. പക്ഷെ തിരിച്ചു വന്നപ്പോ അമ്മയായിട്ട് ഭയങ്കര കൂട്ടായി, വീണ്ടും കളിക്കാൻ തുടങ്ങി. Perhaps by smiling or climbing on her lap. കണ്ടോ, അതാ ഇഷ്ടം എങ്ങനെയാണോ, ചിരിച്ച് അല്ലെങ്കിൽ അടുത്തേക്ക് വന്ന ആ കാലിലൊക്കെ ഇരുന്ന് പിന്നെയും കളിക്കാൻ തുടങ്ങി. Subsequently, they often resume playing with the toys in the room. പിന്നെയും ടോയ്സ് വെച്ച് കളിക്കാൻ വേണ്ടി തുടങ്ങി. ഇതാണ് സെക്യൂർലി അറ്റാച്ച്ഡ്. അവർ കെയർ ഗീവർ ഉണ്ടായപ്പോൾ നല്ല രീതിയിൽ റൂമൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. കെയർ ഗീവറെ കാണാനൊക്കെ ഒന്ന് ബേജാറായി, തിരിച്ചു വന്നെങ്കിൽ വീണ്ടും അറ്റാച്ച് ആയി, വീണ്ടും കളിക്കാൻ തുടങ്ങി. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി രണ്ടാമത്തെ ആയിരുന്നു ഇൻസെക്യൂർ. ഇത് മാത്രാട്ടോ നമ്മുടെ സെക്യൂർലി അറ്റാച്ച്ഡ്, ബാക്കി 3ഉം ഇൻസെക്യൂർ ആട്ടോ. ഈ ഒരൊറ്റ ഒന്ന് മാത്രമുള്ള സെക്യൂർലി അറ്റാച്ച്ഡ്, ബാക്കി 3ഉം ഇൻസെക്യൂരിറ്റി ആയിരുന്നു കാണിച്ചത്. ഇൻസെക്യൂർ അവോയ്ഡന്റ് ബേബീസ് എന്താ ചെയ്തത്, ഷോ ഇൻസെക്യൂരിറ്റി ബൈ അവോയ്ഡിങ് ദ കെയർ ഗീവർ. ഫസ്റ്റേ ഇൻസെക്യൂരിറ്റി കെയർ ഗീവർ അവോയ്ഡ് ചെയ്യായിരുന്നു. In the strange situation, these babies engage little interaction with the caregiver, are not distressed when she leaves the room. ഉള്ളപ്പോഴും ശ്രദ്ധിച്ചില്ല, ഇനി പോയപ്പോൾ അത്രയും മൈൻഡ് ചെയ്തില്ല.
usually do not re-establish contact with the return. തിരിച്ചു വന്നപ്പോഴും മൈൻഡ് ചെയ്തില്ല. And may even turn their back on her. വന്നപ്പോ വീണ്ടും തിരിഞ്ഞു കളഞ്ഞു. If contracts is established, the infant usually leans away or looks away. ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ ശ്രമിച്ചപ്പോ തള്ളി പോവുകയാണ് ചെയ്തത്. ഇതാണ് ഇൻസെക്യൂർ അവോയ്ഡൻ. ഉള്ളപ്പോഴും അവോയ്ഡ് ചെയ്തു, പോയപ്പോഴും മൈൻഡ് ചെയ്തില്ല, തിരിച്ചു വന്നപ്പോഴും മൈൻഡ് ചെയ്തില്ല, തിരിച്ചു വന്നപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനോ നോക്കിയപ്പോഴും മൈൻഡ് ചെയ്തില്ല. ഇതാണ് ഇൻസെക്യൂർ അവോയ്ഡന്റ് ബേബീസ്. ഇനി ഇൻസെക്യൂർ റെസിസ്റ്റന്റ് ബേബീസ് നമ്മൾ സാധാരണ കാണാറുണ്ട്. അമ്മ പോയാൽ കാറിപ്പൊടിക്കുക, അമ്മ വന്നു കഴിഞ്ഞാൽ ഓടി ക്ലിങ്ങി ആയിട്ട് മേലേക്കൊക്കെ വലിഞ്ഞു കയറാം. അതാണ് ഇൻസെക്യൂർ റെസിസ്റ്റന്റ് ബേബീസ്. Often clinging to caregiver. ആദ്യം ക്ലിങ്ങിങ് ആണ്. And then resist her by fighting against the closeness, perhaps by kicking or pushing away. അതായത് വിട്ടുപോകില്ല, അങ്ങനെ പുഷ് ചെയ്ത് ക്ലിങ് ചെയ്തിരിക്കും. In the strange situation, these babies often cling, show insecurity by avoiding the caregiver. കണ്ടോ, ക്ലിങ് ചെയ്തിട്ടാണ് അവരുടെ ഇൻസെക്യൂരിറ്റി കാണിക്കുന്നത്, പിടിച്ചു തൂങ്ങി നിന്നിട്ട്. In the strange situation, these babies engage in little interaction with the caregiver, are not distressed when she leaves the room, usually do not re-establish contact with on her, and may even turn back to her. ഈ അവസരത്തിൽ ക്ലിങ്ങി ആയിട്ടുള്ള റെസിസ്റ്റന്റ് ബേബീസ് ആണ്. പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നാൽ മൈൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ഭയങ്കര ക്ലിങ്ങി ആയിട്ടാണ് അവര് ഇരിക്കുക. If contact is established, കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ the infant usually leans away or look away anxiously to the caregiver. Don't explore the playroom. When the caregiver leaves, they often cry loudly and push away if she tries to comfort them. ഇനി അഥവാ തിരിച്ചു വീണ്ടും പോവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒച്ചത്തിൽ അലറി വിളിച്ച് എന്താ പറയാ പുഷ് ചെയ്യുകയൊക്കെ ചെയ്യും. ഒരു ഭയങ്കര ബഹളമുള്ള ബേബീസ് ആയിരിക്കും. ഇൻസെക്യൂർ ആണ്, റെസിസ്റ്റന്റ് ആണ്, പോവാനും സമ്മതിക്കില്ല, വന്നാലും സമ്മതിക്കില്ല, അങ്ങനത്തെ ഒരു വാശിക്കാരി. നമ്മൾ ഈ അങ്കണവാടിയിലൊക്കെ പോകുമ്പോൾ ചില കാണാറുണ്ട്. കണ്ടിട്ടുണ്ടോ ഇൻസെക്യൂർ റെസിസ്റ്റന്റ് ബേബീസിന്? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? മനസ്സിലായോ? അതായത് ഇൻസെക്യൂർ റെസിസ്റ്റന്റ് ബേബീസ് എന്ന് പറഞ്ഞാല് അവരെന്താണ്, ക്ലോസ്നെസ്സിന് വേണ്ടിയിട്ട് റെസിസ്റ്റ് ചെയ്യുന്ന പറയുന്നത്. ഫൈറ്റിംഗ് എഗെയിൻസ്റ്റ് ദ ക്ലോസ്. എന്താ ഇപ്പൊ അതിന് പറയാ? അവർക്ക് അറ്റാച്ച്മെന്റ് വേണ്ടാത്ത പോലെ ഒരു ക്ലിങ്ങി ആയിട്ടാണ്. അതായത് ഒരു അമ്മേനോട് താല്പര്യം ഉണ്ടല്ല, ഭയങ്കര എന്താ പറയാ ക്ലിങ്ങി ആയിട്ടാണ് ഉണ്ടാവുക. പുഷ് ചെയ്യുക, തള്ളുക, ചവിട്ടുക ഉള്ള സമയത്തൊക്കെ. അതായത് കിക്ക് ചെയ്തിട്ട് പുഷ് ചെയ്തിട്ട് അവർക്ക് വേണമെന്ന് വെച്ചാൽ വേണം, വേണ്ടെന്ന് വെച്ചാൽ വേണ്ട, അങ്ങനെയാണ്. അവർക്ക് ക്ലോസ്നെസ് വേണം, പക്ഷെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചവിട്ട് കുത്തും ഒക്കെ ചെയ്യും. അപ്പൊ അവര് പോയി കഴിഞ്ഞാൽ ഡിസ്ട്രെസ് ഒന്നല്ല, പക്ഷെ തിരിച്ചു വന്നാൽ ഭയങ്കരമായിട്ട് ആ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് വേണം അവർക്ക്, പക്ഷെ അറ്റാച്ച് ചെയ്യാൻ വന്നാല് തള്ളി ഓടിക്കുകയും ചെയ്യും. അപ്പൊ അമ്മ റൂമിൽ നിന്ന് പോയി വെച്ചാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ലേ, പക്ഷെ അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം മൊത്തം കാണിക്കും. അതാണ് ഇൻസെക്യൂർ റെസിസ്റ്റന്റ് ബേബീസ്. ഓക്കെ ആണോ? ഇനി ഇൻസെക്യൂർ ഡിസോർഗനൈസ്ഡ്. ചില കുട്ടികൾ നമ്മൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ തറയിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നതാണ് അല്ലേ, തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവിനെ പോലെ ഭയങ്കര ക്ലിങ്ങി ആയിട്ട്. പാരന്റിങ്ങിന്റെ പ്രശ്നമാട്ടോ മെയിൻ ആയിട്ടും. ഇനി ഇൻസെക്യൂർ ഡിസോർഗനൈസ്ഡ് ബേബീസ് ഉണ്ട്. Are disorganized and disoriented ആണ്. In the strange situation, these babies might appear dazed, confused and fearful ആയിരിക്കും. കണ്ടോ, ഈ ഇൻസെക്യൂർ ഡിസോർഗനൈസ്ഡ് ബേബീസ് അവര് ഈ സ്ട്രേഞ്ച് സിറ്റുവേഷനിൽ, അതായത് ഇൻട്രൊഡക്ഷൻ, സെപ്പറേഷൻ, റീയൂണിയൻ, ആ സമയത്ത് അവരെന്തായിരിക്കും, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഫിയർ, പേടിയാണ് വരാം. To be classified as disorganized. ഇതുകൊണ്ടാണ് ഡിസോർഗനൈസ്ഡ് എന്ന് പറയുന്നത്. Babies must show strong pattern of avoidance and resistance to display certain specified behaviors such as extreme fearfulness around the caregiver. കണ്ടോ, ഇവര് ഭയങ്കര ഫിയർ ആണ് കാണിക്കുക, ഫിയർ ആണ് അവർക്ക് കാണിക്കുക. ഈ സെപ്പറേഷന്റെ ഒക്കെ സമയത്ത് എല്ലാത്തിനും, സെപ്പറേഷൻ, റിയൂണിയൻ ഒക്കെ അവര് പേടിയാണ് കാണിക്കുക. ചെറുപ്പത്തിൽ പേടി തട്ടിയവര് അല്ലെങ്കിൽ ഒരു പാരന്റ് അടുത്തത് അബ്യൂസ് ഏറ്റവരൊക്കെ ഇൻസെക്യൂർഡ് ഡിസോർഗനൈസ്ഡ് ബേബീസ് ആയിട്ട് കാണാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ബോൾ അറ്റാച്ച്മെന്റ് എന്താണെന്ന് എഴുതാ. മേരി ഐൻസ്വർത്തിന്റെ ആ ചുരുക്കി ആ എക്സ്പെരിമെന്റ് ഒന്ന് എഴുതണം എന്താണെന്ന്, അതിനുശേഷം ടൈപ്സ് എഴുതും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. അപ്പോ ഇന്ന് ഇത്രയും മതി. നാളെ ഒരു സെഷൻ ഡെവലപ്മെന്റും ഒരു സെഷൻ അബ്നോർമലും എടുക്കാം കേട്ടോ. അപ്പൊ ഇത് നാളെ തീർക്കാം. എനിക്ക് ഞാൻ പറഞ്ഞ ഇഫ്താർ പാർട്ടി ഒക്കെ ഉണ്ട്, എനിക്ക് ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ?
പറഞ്ഞേ. അപ്പൊ ഈ ക്ലാസ്സിന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം. ബാക്കിയുള്ള ഫ്രണ്ട്സിനെയൊക്കെ ഇൻഫോം ചെയ്യാം, എല്ലാവരോടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.